ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു മോർണിംഗ് വ്ലോഗ്. രാവിലത്തെ ചായകുടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 10 മണിക്ക് ആവണേ ഉള്ളൂ കേട്ടോ. ഇന്ന് നേരത്തെ ചായയും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിള്ളേർക്ക് ഇന്ന് ക്ലാസ് ഇല്ല, ഇന്ന് അവധിയാണല്ലോ മഴയൊക്കെ ആയിട്ട്. പച്ചക്കറിയും കാര്യങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഉച്ചയാകുമ്പോഴത്തേക്ക് വെക്കാൻ വേണ്ടി തക്കാളി, ഉള്ളി അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കടയിൽ പോയിട്ട് അതൊക്കെ വാങ്ങിയിട്ട് വേഗം വന്നിട്ട് ഊണിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. മീൻ ഇന്നലെ രാത്രിയിൽ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മീൻ ഇരിക്കുന്നുണ്ട്, ബാക്കി കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതൊക്കെ പോയിട്ട് വാങ്ങിയിട്ട് വരട്ടെ. എന്നിട്ട് നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ ഒരിക്കൽ കൂടെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാ, നമുക്ക് കടയിൽ പോയിട്ട് അത്യാവശ്യം എന്തെങ്കിലും സാധനം വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ ഒരു കട ഉണ്ട് കേട്ടോ. നമ്മൾ പോകാറുണ്ടായിരുന്നില്ലേ, വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അവിടെ പോയിട്ടാണ് വേഗം വാങ്ങിയിട്ട് വരാറ്. ഞാനും പൂജിറ്റും കൂടെ അപ്പോൾ വേഗം പോയിട്ട് ഇതൊക്കെ വാങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചേ. എന്നാൽ തന്നെ കടയിൽ പോയിട്ട് വീട്ടിലെത്തുമ്പോൾ ഞാനൊരു കാര്യം എന്തെങ്കിലും മറക്കാറുണ്ട് കേട്ടോ. അതെനിക്ക് പതിവാണ്. മിക്കതും ഞാൻ എഴുതി പോയാൽ എന്തെങ്കിലുമായിട്ട് മറക്കും. നല്ല രസമാണ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. ആ പാഠഭാഗവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമാണെന്നൊക്കെ അറിയാം. പക്ഷെ ഇപ്പോൾ കുറേ ആയി നമ്മൾ തോടിൻ്റെ അവിടേക്കൊക്കെ പോയിട്ട് കേട്ടോ. അപ്പോൾ മഴയും കൂടെ അല്ല. അപ്പോൾ അതുകൊണ്ട് ഇനി അടുത്ത ശനിയാഴ്ച ഞായറാഴ്ച വ്ളോഗിൽ നമ്മുടെ ഈ പാടവും തോടും കുളവും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് അവിടെ ഇങ്ങനെ മിന്നായം പോലെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ കടയിലെത്തി നമ്മൾ വേഗം സാധനങ്ങൾ വേണ്ട കാര്യങ്ങളൊക്കെ കയറിയിട്ട് നമുക്ക് എടുക്കണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ അവരെടുത്ത് തരും. അങ്ങനെ പറഞ്ഞാൽ അപ്പോൾ എടുക്കേണ്ട സാധനങ്ങൾ ഞാനും എടുക്കുന്നുണ്ട്, അവിടെ ഏട്ടനും എടുത്ത് തരുന്നുണ്ട്. അങ്ങനെയൊക്കെ കൂടെ ആയിട്ട് നമ്മൾ അല്ലറ ചില്ലറ അൽക്കുലത്തെ സാധനങ്ങളൊക്കെയാണ് വാങ്ങാൻ വേണ്ടിയിട്ട്. തക്കാളി ഇല്ല, ഉള്ളി ഇല്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ഇതൊക്കെ തീർന്നിട്ടുണ്ട്. ഫ്രിഡ്ജ് കാലിയാണ്. മാസാവസാനമായി. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മാസം അവസാനമാണ് സാധനങ്ങളെല്ലാം ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നോക്കുമ്പോൾ ഒരു ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് നമുക്ക് വാങ്ങാനുള്ള ബഡ്ജറ്റ് പാസ്സായതിൻ്റെ ശേഷമാണ് വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇതിപ്പോൾ കുറച്ച് അൽക്കുലത്തെ സാധനങ്ങളൊക്കെ ഇവിടെ അങ്ങോട്ട് വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മേടിച്ചു. ലാസ്റ്റ് ഉപ്പ് മേടിക്കാൻ വേണ്ടിയിട്ട്. ഉപ്പ് എപ്പോഴും ഒരു പാക്കറ്റ് ഞാൻ എക്സ്ട്രാ മേടിച്ച് വയ്ക്കും കേട്ടോ. ഈ ഉപ്പും കടുകൊന്നും വീട്ടിൽ തീരാൻ പാടില്ല എന്ന് പറയാറില്ലേ. അപ്പോൾ കാരണം ഉപ്പും കാര്യങ്ങളൊക്കെ ഞാൻ എക്സ്ട്രാ കൂടെ ലാസ്റ്റ് ബില്ല് ചെയ്തപ്പോൾ പിന്നെ അതും കൂടെ മേടിച്ചിട്ട് നമ്മൾ നേരെ ഇനി വെച്ച് പിടിക്കുക വീട്ടിലെത്തിയിട്ട് വേണം നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇവിടെ നിന്ന് വരുമ്പോൾ മുല്ലപ്പൂവിൻ്റെ ഒരു വള്ളി കണ്ടു. അതിനകത്ത് 2 മുല്ലപ്പൂ നിൽക്കുന്നുണ്ട്. അത് ചാടി തുള്ളി എടുത്തിട്ട് വരണ വരവാണിത് കേട്ടോ. എനിക്ക് ചെറുതിലൊന്ന് പറിക്കാൻ വേണ്ടി എവിടൊക്കെ വരെ പോകുന്നറിയാം. ഞാൻ ഈ ചെറുതിലൊക്കെ ഇല്ലേ മുല്ലപ്പൂ മൈലാഞ്ചി തെരഞ്ഞിട്ട് ലോകായ ലോകം വീടായ വീടൊക്കെ പോകാറുണ്ട് കേട്ടോ. അത് എത്ര ദൂരം വേണമെങ്കിലും ഞാൻ പോകാറുണ്ട്. അത്രയും ഇഷ്ടമാണ് എനിക്ക് ഈ മൈലാഞ്ചി മുല്ലപ്പൂ എന്നുള്ളത്. രാവിലെ ഇങ്ങോട്ട് ഇറങ്ങും, കുളിയും ജപമൊക്കെ കഴിഞ്ഞിട്ട് എന്നിട്ട് ഈ മുല്ലപ്പൂ എവിടെയെങ്കിലുമൊക്കെ പോയി പറിച്ചു കൊണ്ടുവരല്ല, അങ്ങനെ വീണ് കിടക്കുന്നത് പെറുക്കി കൊണ്ടുവരും ഒരു കവറിൽ. എന്നിട്ട് അമ്മ അത് കോർത്ത് തരും. എന്നിട്ട് മുടി നിറയെ അത് വെച്ചിങ്ങനെ നടക്കും. ഒരു കാലം, അതൊരു രസം. ഒരു മുല്ലപ്പൂ കിട്ടിയാൽ എനിക്കത് ഭയങ്കരമായിട്ട് നോസ്റ്റ് അടിക്കും കേട്ടോ. ഞാൻ ആ കഥ എപ്പോഴെപ്പോഴും പൂജിട്ടിയോട് പറയാറുണ്ട്. അവൾ മടുപ്പില്ലാതെ കേട്ടുകൊണ്ടിരിക്കണമുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഇവിടെ എത്തിയപ്പോഴാണ് ഓമക്കായ കണ്ടപ്പോൾ ഒരു ഉപ്പേരിയും കൂടെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. മീൻ കൂട്ടാനും മീൻ വറുത്തതും ഓമക്കായ ഉപ്പേരിയും കൂടെ. അത് എത്ര കുത്തിയിട്ടും കിട്ടുന്നില്ല കേട്ടോ. ലാസ്റ്റ് മടാളെടുത്ത് കൊടുത്തിട്ടാണ് എനിക്ക് കിട്ടിയത്. എന്താ വെച്ചാൽ അങ്ങോട്ട് കുത്തിയിട്ട് അത് എത്തണില്ല. സാധനങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് ഒതുക്കി വെച്ചിട്ട് വേഗം മീൻ വെട്ടി കഴുകി വൃത്തിയാക്കി കറി വെക്കണം, സെറ്റ് ചെയ്യണം. കുളി കഴിഞ്ഞിട്ടില്ല ഞങ്ങളുടെ ആരുടെ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജ് ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടുണ്ട്. പിന്നെ തിരുമ്പാനുണ്ട് കുറച്ച്. അപ്പോൾ അത് കാരണം ഫ്രിഡ്ജ് വൃത്തിയാക്കാനുള്ള പിന്നെ വരാൻ കുളിക്കാൻ വേണ്ടി നിന്നില്ല. അപ്പോൾ ആ പരിപാടികളൊക്കെ കഴിയിട്ട് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഒതുക്കി വെച്ചിട്ട് നമുക്ക് വേഗം ഉച്ചയോണ്ട പരിപാടിയിലേക്ക് നോക്കാം അല്ലേ. അതൊന്നും സെറ്റ് ചെയ്ത് വെക്കട്ടെ കേട്ടോ. കൊടുത്ത സാധനങ്ങളൊക്കെ അതാത് സ്ഥലത്ത് ഒതുക്കി വെച്ചിട്ടില്ലെങ്കിൽ അതൊരു സമാധാനക്കേടാണ്. അപ്പോൾ ഉള്ളി വെക്കേണ്ട സ്ഥലത്ത് ഉള്ളി, തക്കാളി കാര്യങ്ങൾ ഇതൊക്കെ അതാത് സ്ഥലത്ത് വെക്കൊക്കെ കുറേശ്ശെ മേടിച്ചിട്ടുണ്ടെങ്കിൽ കൂടെ അതാത് പാത്രങ്ങൾ വെക്കുമ്പോൾ ഒരു മനസ്സുഖമാണല്ലോ. പിന്നെ ഇരിക്കുന്ന കവറില്ലേ, അതെനിക്ക് നെയിം മീറ്റിംഗ് ചലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അവിടുന്ന് പേരിനുള്ള അക്ഷരത്തിൻ്റെ സാധനങ്ങളൊക്കെ ആ ഒരു ലെറ്ററിന് അനുസരിച്ചുള്ള ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊരു കവറിലാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ നമ്മൾ അതാത് സ്ഥലത്ത് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഓയിൽ ഞാൻ കണ്ടറിഞ്ഞ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഓയിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എന്നാൽ ചിക്കൻ പൊരിച്ചപ്പോൾ ഓയിൽ അങ്ങോട്ട് മൊത്തത്തിൽ അങ്ങോട്ട് കഴിഞ്ഞു. അപ്പോൾ അതും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാം ഒതുക്കി പെറുക്കി അങ്ങോട്ട് വെച്ചിട്ട് നമുക്ക് കുക്കിങ് കാര്യങ്ങൾ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. എനിക്കില്ലേ കുക്ക് ചെയ്യുമ്പോൾ എല്ലാം അതും ഇങ്ങനെ ഒതുക്കി പെറുക്കി കൈവട്ടത്ത് എല്ലാം എത്തി അരിഞ്ഞ് പെറുക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് കുക്കിങ് കഴിയണ പോലെ തോന്നും. പക്ഷേ ഇതെല്ലാം കൂടെ വാരി വലിച്ച് അലമ്പ് സീനാക്കി അടുക്കള അങ്ങോട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരു ഭൂമി കുലുക്കം പോലെ തോന്നാറില്ല. അതുപോലെ ആക്കി കഴിഞ്ഞാൽ എനിക്ക് സീനാണ് കേട്ടോ. പിന്നെ എനിക്ക് നട്ടപ്രാന്ത് ഇളകും. പിന്നെ എനിക്ക് ചെയ്യുന്ന പണികളൊന്നും പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ഒതുക്കി വെച്ച് ക്ലീനാക്കി റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം മീൻ വെട്ടാൻ വേണ്ടിയിട്ട് നിൽക്കാം. അപ്പോഴേക്കും ഇനി അവിടെയുള്ള സാധനങ്ങൾ എന്തെങ്കിലും വെച്ചാൽ അതും കൂടെ ഉണ്ടെങ്കിൽ ഞാൻ മാറ്റി വയ്ക്കട്ടെ. സോപ്പ് പൊടിയും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതാത് സ്ഥലത്ത് അതും കൊണ്ട് വെച്ചിട്ടുണ്ട് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മീൻ ഇന്നലെ വാങ്ങിയതാണ്. ഒരു അബദ്ധം പറ്റിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ കറണ്ട് പോയിട്ട് രാവിലെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ 1-2 മഹാ മോശമായിട്ടുണ്ട്. നല്ല മീനായിരുന്നു, മീൻകാരെ കുറ്റം പറയല്ല. മീൻ തന്നത് നല്ലതായിരുന്നു. നമ്മളവിടെ എത്തിയപ്പോൾ കറണ്ട് ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് കാരണം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആകെ ഒരു ഇതൊക്കെ ഹതാഹുതയായിട്ടുണ്ട്. പിന്നെ മീൻ ഉണ്ടാക്കുന്നിടത്ത് അവിടെ എല്ലാവരും വന്നിരിക്കുന്നുണ്ട് കാര്യം പറയാൻ വേണ്ടിയിട്ട്. കണ്ണൻകുട്ടി ഓരോരോ പൊട്ടത്തരങ്ങൾ ഇവരെല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ രസമാണ് കേട്ടോ. ഇത് വോയിസ് ഓവർ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തലപ്രാന്ത് പിടിക്കും. ചേച്ചി നിർത്തിപ്പോ വീഡിയോ എന്ന് പറയും. അതുപോലുള്ള ബഹളവും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇവിടെ കേട്ടോ.
വീഡിയോ അങ്ങോട്ട് ഓൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ഡീസൻ്റാണ്. വീഡിയോ ഓഫ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒക്കെ എൻ്റെ തനി ഗുണം ഇപ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക്. മീനൊക്കെ വെട്ടി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ വേസ്റ്റ് അവിടെ കൊണ്ട് കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് വേഗം ചാടിത്തുള്ളി പോകുന്നുണ്ട്. നല്ല മഴയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇന്ന് സ്കൂളൊക്കെ ലീവല്ല ഇന്ന്. പക്ഷേ ഇതുവരെ വെയിലാണ്. ഇനി എപ്പോഴാണ് മഴയൊക്കെ കൂടെ അലമ്പി വരിക എന്നറിയില്ല. സ്കൂളില്ലാത്തന്ന് മിക്കതും മഴയാണെന്ന് പറഞ്ഞ് ക്ലാസ് ലീവായിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ലീവ് കിട്ടിക്കഴിഞ്ഞാൽ അവധിയാണെങ്കിൽ അന്ന് നല്ല വെയിലാവില്ലേ, അതുപോലെയാണെന്നാണ് ഞങ്ങളും വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് പിള്ളേരോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. കണ്ണൻകുട്ടിയാണ് അപ്പുറത്തുള്ളത്. എന്തെങ്കിലും കൊത്തുള്ളിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കാവും. മീനൊക്കെ നല്ലോണം ഉപ്പിട്ട് തേച്ച് കഴുകിയല്ല, നല്ലോണം ഒരുത്തി കഴുകിയിട്ടുണ്ട് ഞാൻ. ഒരു വഴുവഴുപ്പ് പോലെയൊക്കെ ഫീൽ ചെയ്തു കേട്ടോ. പക്ഷെ എന്നാൽ കണ്ടപ്പോൾ വലിയ കുഴപ്പമില്ല. 2-3 പൊട്ടായിരുന്നു, അത് ഞാൻ കളഞ്ഞു, ബാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അവിടെയൊക്കെ ഒന്ന് സോപ്പിട്ട് കഴുകാൻ വേണ്ടിയിട്ട് ചട്ടിയും കുട്ടിക്കാലും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കത്തിയും എല്ലാം സോപ്പിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് നമ്മുടെ ആ ഒരു ലിക്വിഡ് അല്ലേ സ്പ്രേ ചെയ്യണേ, ആ ഒരു സ്മെല്ലുള്ള അതും കൂടെ അവിടെ കൊണ്ട് ഒഴിച്ചു കൊടുത്ത് ലാസ്റ്റിൽ ഞാൻ വൃത്തിയാക്കും കേട്ടോ. അപ്പോൾ പിന്നെ ആ മീനിൻ്റെ ഉളുമ്പുമണവും കാര്യങ്ങളൊക്കെ പോവും. പിന്നെ നമ്മൾ ആ കട്ടിംഗ് ബോർഡും കാര്യങ്ങളൊക്കെ, ഇതാണ് എൻ്റെ കട്ടിംഗ് ബോർഡ് മരത്തിൻ്റെ. അപ്പോൾ അതൊക്കെ വൃത്തിയാക്കി കഴുകി എടുത്ത് വെച്ചു കേട്ടോ. ഇനി നമുക്ക് കുക്കിംഗ് പരിപാടി. അതിൻ്റെ ഇടയിൽ പൂജിട്ട് എനിക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കാര്യങ്ങളും കണ്ണൻകുട്ടി കൊണ്ട് ഉണ്ടാക്കി തന്നതിൻ്റെ പകുതിയാണ് ആയിരിക്കുന്നത്. പിന്നെ പകുതി ഇട്ടിട്ട് അവർ പോയിട്ടുണ്ട്. വീഡിയോ എടുക്കാൻ വേണ്ടി പൂജിട്ട് വന്നു. ഇനി ബാക്കി ഞാൻ ഉണ്ടാക്കാൻ വിചാരിച്ചു. എന്നാൽ അത്ര ഉണ്ടാക്കി തന്നത് വലിയ ഭാഗ്യം. പിന്നെ അത് ബാക്കി എനിക്ക് ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. എൻ്റെ പാത്രങ്ങളൊക്കെ കഴുകി അതാത് സ്ഥലത്ത് വെച്ചിട്ട് ഞാൻ വേഗം ഇഞ്ചി വെളുത്തുള്ളിയും കാര്യങ്ങളും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇതൊരു അടിപൊളി മീൻകറി റെസിപ്പിയാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാണ്ടാവും, എന്നാലും ഞാനിവിടെ ഒന്ന് പറയാം. സൂപ്പർ ടേസ്റ്റാണ്. നമ്മുടെ ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ സീനാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഇപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരെ രണ്ടാളുണ്ടെങ്കിൽ നേരം പോണ വഴി അറിയില്ല. ഒറ്റയ്ക്കാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഞാൻ ബോറടിച്ച് ചത്ത് കുത്ത് നിന്നിട്ട് ഇതൊക്കെ ഉണ്ടാക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ കത്തി മൂർച്ചയില്ലാണ്ടാകുമ്പോൾ ഇതേപോലെ അതിലൊന്ന് രാവി മിനിക്കാൽ നല്ലോണം കത്തി മൂർച്ചയാകുകയും ചെയ്യും. ഇപ്പോൾ ഈ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോൺ എടുക്കണതിനെ പറ്റിയിട്ടാണ് കേട്ടോ. സെക്കൻഡ് ഹാൻഡ് ഫോൺ കിട്ടാണ്ട് 2500 അത് ഇതെന്നൊക്കെ പറഞ്ഞപ്പോൾ കണ്ണൻകുട്ടിയോട് ഞാൻ പറഞ്ഞു അങ്ങനെ പറ്റിക്കാവോ ആന ചേന എന്നൊക്കെ പറഞ്ഞിട്ട് അവനിട്ട് മോട്ടറാക്കാണ് ഞാൻ നിന്നിട്ട്. എന്താ ഒരാൾ ഇതാ ഇങ്ങനെ കാണിച്ചാൽ ഇവർ ഒതുങ്ങിയിരിക്കും. ഇല്ലെങ്കിൽ ഇവിടെ 18 ആളായിരുന്നു, നമ്മുടെ കടന്ന് കച്ചറളകായിരുന്നു. വീഡിയോ കൊണ്ട് ഓണാക്കിയ 2 ഡീസൻറ്റ് മനുഷ്യന്മാരാണ് കേട്ടോ. ഇനി പറ നീ പറയടാ. ഇപ്പം ആർക്കും ഒന്നും പറയാൻ വേണ്ട, അതോടെ ഒതുങ്ങിയിരുന്നു കണ്ടോ. ഇതാണ് എൻ്റെ ഐഡിയ. ഹായ് പറയൂ ഗൈസ്, ഹായ് പറയൂ. വാങ്ങിട്ട് വാ. മറ്റുള്ള ഒളിഞ്ഞ് നിൽക്കുക കണ്ട. ഗൈസ് ഇവിടെ ഗൈസ് നമ്മൾ ഭയങ്കര ആധികാരികമായ ചർച്ചയിലാണ്. പിന്നെ അത് അടിയിലേക്ക് എത്തിയപ്പോഴാണ് ഞാൻ എത്തിയപ്പോൾ ഞാൻ ഫോൺ എടുത്തപ്പോൾ 2 ആളും ഒതുങ്ങി. നമ്മളല്ല അവനല്ലേ നമ്മളോട് തർക്കിച്ചത്. നമ്മളെന്താണ് ഒരു സെറ്റ് തർക്കിച്ചു, അടി ഉണ്ടാക്കിയാണ് അടി പൊടി പോരായിരിക്കും. അപ്പോൾ ഗൈസ് നമ്മളിൻ്റെ ബാക്കി പരിപാടിയിലേക്ക് കിടക്കട്ടെ. ബാക്കി പിന്നെ എന്താ കാര്യം എന്നുള്ളത് ഞാൻ വോയിസ് ഓവറിൽ പറയാം കേട്ടോ. അവരിപ്പോൾ സമ്മതിക്കില്ല എന്നെ പറയാൻ വേണ്ടി. ഓക്കെ, വീഡിയോ ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 അങ്ങോട്ട് ഒതുങ്ങിക്കോളൂ കേട്ടോ. അത് വരെ ഇവിടെ കിടന്ന് കസർത്തായിരിക്കും. അച്ഛൻ എന്തൊക്കെ ചെറിയ കളിക്കുന്ന മോള് വീഡിയോ ഓണാക്കല്ലേ എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ പിന്നാലെ നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്കാണെങ്കിൽ അത് കേട്ട് കഴിഞ്ഞാൽ ചിരി വരും കേട്ടോ. അവരുടെ ഈ ഒരു കോപ്രായം കാണാനും ഡീസൻ്റ് ആകുമ്പോൾ അല്ലേ എനിക്ക് ഭയങ്കരമായിട്ട് ചിരി വരും. അങ്ങനെ അതൊക്കെ പറഞ്ഞ് ഒതുക്കി നിർത്തിയിട്ട് എൻ്റെ അടുത്ത് വന്നിരുന്നിട്ടുണ്ട്. ഞാൻ അവിടെ ഇരിക്കുക കറി ഉണ്ടാക്കണം കാണാൻ വേണ്ടിയിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു, ഉലുവ പൊട്ടിച്ചു, ഒരു സവാള, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അത് കുത്തി ചതയ്ക്കൊന്നും വേണ്ട അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വാടാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വഴട്ടെ. ആ സമയം കൊണ്ട് നമ്മൾ മീൻ വറുക്കാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, സുറുക്കുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാൻ. എൻ്റെ കയ്യിൽ സുറുക്കുണ്ടായിരുന്നില്ല. ഇതെല്ലാം കൂടെ പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് ഇളക്കി യോജിപ്പിച്ച് മിക്സ് ആക്കിയിട്ട് വറുക്കാനുള്ളത് നമ്മൾ അങ്ങോട്ട് മാറ്റി മസാല ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും സവാളൊക്കെ വാടിയപ്പോൾ ഞാൻ തക്കാളി ഇട്ട് കൊടുത്തു. തക്കാളി നല്ലോണം വെന്തുടയണം കേട്ടോ. അവരെ വെയിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പച്ചമണം വരും. അപ്പോൾ തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് വേവാൻ വേണ്ടി അടച്ച് വെച്ചിട്ടുണ്ട്. അത് വേവട്ടെ, വെന്തുടയട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പോഴേക്കും ഞാൻ കയ്യോടെ അവിടെയൊക്കെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടെങ്കിൽ തുടയ്ക്കുന്നുണ്ട് കേട്ടോ. ഇത്തിരി തുള്ളി വെള്ളം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ ആ തല മുതൽ ഈ തല വരെ വൃത്തിയാക്കിയിടും ഞാൻ. അല്ലെങ്കിൽ എന്തോ പോലെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ തോന്നുന്നു ചേച്ചി ഭയങ്കര വൃത്തിയാണല്ലോ. അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഇങ്ങനെ കിച്ചണിൽ ഈ പരിപാടി ചെയ്യുമ്പോൾ എനിക്ക് അവിടെ അങ്ങനെ വൃത്തിയായി കിടക്കണം, അത്രയേ ഉള്ളൂ. അല്ലാതെ ഞാനാണ് വലിയ വൃത്തി അല്ലെങ്കിൽ എനിക്കാണ് വലിയ അങ്ങനെയല്ല പറയണത്. ചെയ്യുന്ന കാര്യങ്ങൾ അവിടെ ആ കിച്ചണിലെ ഭാഗങ്ങൾ എനിക്കിങ്ങനെ കൈയോടെ വൃത്തിയായി കിടക്കണം. അതങ്ങനെ ചെയ്ത് ശീലമായി. അപ്പോൾ അതങ്ങനെ ചെയ്തുകൊണ്ട് പോകും, അത്രയേ ഉള്ളൂ കേട്ടോ. കൈവേദനയുടെ ഇന്നലെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ, ഇപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ തക്കാളി വാടിയപ്പോൾ അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പച്ചമണം മാറട്ടെ, അതുവരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക.
വെക്കുക. അതിൻ്റെ ഒരു പച്ചമണം മാറിയതിൻ്റെ ശേഷം നമുക്ക് അതിനകത്തേക്ക് നാളികേരം കൂടെ ഇട്ടിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് നാളികേരം നല്ലോണം മൂക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും ഒരു 3/4 ഭാഗം മൂക്കുകയും വേണം. അപ്പോൾ അത്രയ്ക്ക് വേണ്ട ഒരു 2 പിടി നാളികേരം മതി കേട്ടോ ഈ കറിക്ക്. എന്നാൽ തന്നെ നമുക്കൊരു അടിപൊളിയായിട്ട് കുറുങ്ങനൊരു കറിക്ക് വേണ്ടിയിട്ട് കിട്ടും. ഒരുപാട് നാളികേരത്തിൻ്റെ ആവശ്യമില്ല അതിനകത്ത്. അതും കൂടെ എടുത്തിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് മൂക്കണ്ട ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഞാൻ ഇന്നലെ കൈവേദനയുടെ കാണിക്കാൻ വേണ്ടി പോയപ്പോൾ 10 ദിവസത്തെ മരുന്നിന് തന്നിട്ടുണ്ട്. എനിക്ക് നല്ല പെയിനായിരുന്നു ഇന്നലെ കേട്ടോ. ഇന്നലെ നമ്മുടെ ലൈവ് കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞൊരു 7:30 ആയപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് വേദനയും കാര്യങ്ങളൊക്കെ ആയി. എന്നിട്ട് പിന്നെ ഞാൻ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയി. 10 ദിവസത്തെ മരുന്ന് തന്നിട്ടുണ്ട്. അത് മാറിയിട്ടില്ലെങ്കിൽ ഫിസിയോതെറാപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാളികേരം മൂത്ത് റെഡിയായി വന്നു. അതിലേക്ക് വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് മാറ്റി വെക്കാം നമുക്ക് കേട്ടോ. എന്താ വെച്ചാൽ നല്ലോണം മൂത്ത് കരിഞ്ഞ് ഇതാവണ്ട, പൊടിയും കൂടെ ഇട്ടതല്ലേ, ഒരു വിധം കൂടെ മൂത്താൽ മതി. അപ്പോൾ ഞാൻ മൺചട്ടിയിൽ വെക്കണില്ല, കുറച്ച് ഗ്രേവി അധികം വേണം പിള്ളേർക്ക്. അവരോട് ഉണ്ടാകുമ്പോൾ അവർക്ക് കറി നല്ല ഇങ്ങനത്തെ ഈ വറുത്തരച്ച കറിയൊക്കെ അവർക്ക് നല്ലോണം വേണം. അപ്പോൾ അതിലാകുമ്പോൾ തൂവി പോവും. കുറച്ച് കറിയൊക്കെ ആണെങ്കിൽ കുറുന്നനൊരു നേരത്തിനൊക്കെ ആണെങ്കിൽ ആ ചട്ടിയിൽ വെക്കാം. അപ്പോൾ നമ്മളിപ്പോൾ അതിലെല്ലാം വെക്കുന്നത് കേട്ടോ. നാളികേരം ഏകദേശം മൂത്ത് വന്നപ്പോൾ ഞാൻ ആ ചട്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അവിടെ അപ്പുറത്ത് ഞാനൊരു പാനും കൂടെ വെച്ചിട്ടുണ്ട് മീൻ വറക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് അതങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ചൂടാറിൻ്റെ ശേഷമാണ് നമുക്കതിനെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ മീൻ വറക്കാൻ വേണ്ടി എണ്ണ ഒഴിച്ചിട്ടുണ്ട്, കുറച്ചധികം വേപ്പില ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് മസാല പുരട്ടി വെച്ചിരിക്കുന്ന മീനില്ലേ പെറുക്കി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇത് വേപ്പില ഒരുവിധം കഴിയാറായിട്ടോ. ഇവിടെ ഈ കറണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറണ്ട് പോകും. കറണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസത്തേക്ക് വരുള്ളൂ. ആ സമയം കൊണ്ട് നമ്മുടെ ഫ്രിഡ്ജിലിരിക്കുന്ന എല്ലാവിധ സാധനങ്ങളും പൊട്ടയി പോകട്ടോ. നമ്മളാണെങ്കിൽ ആ ഒരു സമയത്ത് അത് ആലോചിച്ചിട്ടും കാര്യമില്ല. കറണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറെ ഓപ്ഷനൊന്നുമില്ലല്ലോ. അപ്പോൾ ഈ ഫുഡും കാര്യങ്ങളൊക്കെ ഒരുവിധം ചീത്തയാവും. അത് കാരണം ഈ മീനും പൊട്ടയായി എന്ന് വിചാരിച്ചതാണ്. വലിയ കുഴപ്പമുണ്ടാകില്ല, 2-3 പോയിട്ടുള്ളൂ. മീനൊക്കെ വറക്കാൻ വെച്ചിട്ട് നമ്മുടെ ഈ ഒരു നാളികേരത്തിൻ്റെ ചൂട് മാറിയിട്ടുണ്ട്. നമുക്കിനി അരച്ചെടുക്കണം കറണ്ട് പോകുമ്പോഴേക്കും. ഇതുവരെ നല്ല വെയിലാണ് കേട്ടോ, വലിയ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ മൂടി പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ മഴ ഇല്ല, വെയിൽ ഇടയ്ക്ക് വരുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒരു കാലാവസ്ഥയാണ് ഇന്ന് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഉറപ്പിച്ചു ഇന്ന് മഴയൊന്നുമില്ല മക്കളെ. മഴയത്ത് അവധി പറഞ്ഞ സമയത്ത് പിന്നെ മഴ ഉണ്ടാവില്ല എന്നുള്ളത്. മീൻ അവിടെ കിടന്നാവട്ടെ. ആ സമയം കൊണ്ട് നമുക്കില്ലേ ഈ പപ്പായ, ഓമക്കായ, കർമുത്തിക്കായ അങ്ങനെയുള്ള പല സംഭവങ്ങളും ഇതിന് പേരുണ്ട്. ആ സംഭവമില്ല അതില്ലേ, നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് ചെത്തി അരിഞ്ഞ് പെറുക്കി വയ്ക്കുക. ഈ ഒരു ഉപ്പേരി നല്ല ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങളുടെ ചെറുതിലൊക്കെ അല്ലേ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് ഉണ്ടാവുന്ന സംഭവങ്ങളിലൊന്നാണ് ഈ ഒരു ഓമക്കായ ഉപ്പേരി. ഇത് എവിടെന്നെങ്കിലും ഓമക്കായൊക്കെ അപ്പുറത്തെ വീട്ടിൽ നിന്നൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ നല്ല ഉള്ളി മുളകൊക്കെ ചതച്ചിട്ട് അമ്മ ഉപ്പേരി ഉണ്ടാക്കും. ഈ ഉപ്പേരി മാത്രം മതി ചോറിനാൻ വേണ്ടിയിട്ട്. അതേ ഉണ്ടാവുള്ളൂ അന്നത്തെ കാലത്ത്. പക്ഷെ അത് മതി കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എനിക്കിപ്പോഴും കറി വേണമെന്നൊന്നുമില്ല, നല്ല കുത്തിക്കാച്ചിയ ഉപ്പേരി ഉണ്ടെങ്കിൽ അത് മാത്രം മതി കഴിക്കാൻ വേണ്ടിയിട്ട്, ചോറുണ്ണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ആ ഒരു നൊസ്റ്റ് അടിച്ചപ്പോൾ എനിക്ക് 2-3 ദിവസമായി മുരിങ്ങയില കൂട്ടാൻ പുതിയതായിട്ട്. അപ്പോൾ ഇവിടെ ഒന്നും കിട്ടാനുമില്ല. നമ്മുടെ പഴയ വീട് പോലെ പോയി പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എവിടെയില്ല. അപ്പോൾ അത് കാരണം ഞാൻ ഓമക്കായയിൽ ആ ഒരു കേതങ്ങോട്ട് തീർക്കാമെന്ന് വിചാരിച്ചു. നല്ല ഉള്ളിമുളകും കുത്തിയിട്ടിട്ട് നമുക്ക് സൂപ്പർ സെറ്റായിട്ടൊരു ഉപ്പേരി ഉണ്ടാക്കാം. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കുരുവൊക്കെ കളഞ്ഞിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇത് പച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ചെറുതിലൊക്കെ ഞങ്ങൾക്ക് പച്ചയ്ക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും അറിയാണ്ടാവും ഇതെന്തിനാണ് പച്ചയ്ക്ക് കഴിക്കണേ എന്നൊക്കെ ഉള്ളത്. ഇത് നമ്മൾ മോരുകറി പോലെ വെക്കാനും സൂപ്പറാണ് കേട്ടോ, ഓമക്കായ വെച്ചിട്ട്. അങ്ങനെയും നമ്മൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കുനുക്കുനാന്ന് ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ചെത്തി പോലെ അങ്ങനെ ചെത്തിയാലും കുഴപ്പമില്ല. ഞാൻ ഇപ്പം എങ്ങനെ വേണമെങ്കിൽ അരിയാം ഉപ്പേരിക്ക്. ഇപ്പം എങ്ങനെയാണ് അരിയണത് കേട്ടോ. ഇവിടെ ഉപ്പിലിട്ടിട്ട് പിള്ളേർക്ക് നല്ല ഇഷ്ടമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. പൂച്ചിട്ടി ഒന്നും കൂടെ മൂക്കാണ്ട് ഇതാണ് അതിൽ വെച്ചിട്ട് ഏറ്റവും കുറച്ച് വലുത്. അതിൻ്റെ അപ്പുറത്തൊരു വലിയ മരം ഉണ്ട്, അതിൽ വലുതുണ്ട് കേട്ടോ. പക്ഷെ അത് കുത്തിച്ച് അടിക്കാൻ വേണ്ടി വലിയ പാടാണ്. അത് കിട്ടിയായിരുന്നെങ്കിൽ നമുക്ക് ഉപ്പിലിട്ടാൽ നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ എന്താക്കി, ഓമക്കായൊക്കെ എടുത്ത് അരിഞ്ഞ് പാകത്തിന് വെള്ളം ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചു. എന്നിട്ട് അരപ്പ് റെഡിയാക്കാണ് കേട്ടോ, അരയ്ക്കാണ്. അതിന് വേണ്ടി മിക്സിയുടെ ജാറിലിട്ടിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇനി അത് മഷി പോലെ അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത് അരക്കൽ അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അരച്ച് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ബാക്കി പരിപാടി ചെയ്താലും വലിയ കുഴപ്പമൊന്നുമില്ല. ആദ്യമൊക്കെ ഞാനിത് അരച്ച് വെച്ചിട്ടാണ് ബാക്കി പരിപാടി ചെയ്യുക. എന്താ വെച്ച് കഴിഞ്ഞാൽ കറണ്ടിൻ്റെ കാര്യം അങ്ങനെയാണല്ലോ. ഇന്നിപ്പോൾ കുറച്ചും കൂടെ നേരം വൈകുന്നാലും കറണ്ട് ഇതുവരെ ചതിച്ചൊന്നുമില്ല. ആ സമയം കൊണ്ട് നമ്മുടെ മീനില്ലേ ഒരു ഭാഗമൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അപ്പുറത്തെ ഭാഗം തിരിച്ച് മറിച്ച് വിടണം. കുഞ്ഞ് ചൂരയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, സൂപ്പറായിരുന്നു, ഫ്രഷായിരുന്നു. ആ ഒരു നെയ്യ് ഇങ്ങനെ പൊടിഞ്ഞ് വരുന്നുണ്ടോ. അപ്പോൾ നല്ലതാണത്. നമുക്ക് ഉണ്ടാക്കുമ്പോഴും അറിയാമല്ലോ. പുളിയൊന്നും ആയിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഒന്നും കൂടി പൊട്ടയായത്. അത് ഇന്നലെ തന്നെ എനിക്ക് റെഡിയാക്കി വെച്ചാൽ മതിയായിരുന്നു. പക്ഷെ വൈകുന്നേരം പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ കൈവേദനയും കാരണം അതങ്ങനെ അങ്ങോട്ട് ലാഗ് അടിച്ചു പോയി. കറി വെക്കാൻ നോക്കിയപ്പോൾ പുളി കഴിച്ചിട്ടുണ്ട്. ഞാൻ മറന്നു സാധനം വാങ്ങാൻ പോകുമ്പോൾ ഇനി ആരെങ്കിലും കണ്ണൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് വേണം. അപ്പോൾ മീൻ വറുത്തത് ഉപ്പേരി സെറ്റ് ചെയ്യാം. മീൻകറി ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുക. പുളി കിട്ടാതെ ഒരു മാർഗ്ഗമില്ല. പിന്നെ ബാക്കി പരിപാടി നമുക്ക് നോക്കാം. ഫുഡിൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യേണ്ട പരിപാടി കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ മറന്നു. ഇങ്ങനെയാണ് കളയിൽ പോകും. എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യം ഞാൻ മറക്കും. സാറിലെ പോട്ടെ. അപ്പോൾ നമുക്കൊരു ബോട്ടിൽ വെള്ളത്തെ കുടിക്കാം. അപ്പം അതാണ് അവസ്ഥ. അപ്പം മീൻകറി നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാക്കാം. ബാക്കി
അപ്പോൾ കണ്ണക്കുട്ടിയുടെ ഫ്രണ്ടിനെ വിളിച്ച് പറഞ്ഞിട്ട് പുളി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇനി അത് കിട്ടിയിട്ടാണ് നമുക്ക് കറി വെക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഞാൻ പറയാറില്ലേ, ഞാൻ എപ്പോൾ കടയ്ക്ക് ഇറങ്ങിയാൽ എന്തെങ്കിലും ഒരു മെയിൻ കാരണം ഞാൻ വാങ്ങാൻ വേണ്ടിയിട്ട് മറക്കും, മെയിൻ കാര്യം. അപ്പോൾ അതുപോലെ ഇന്ന് പുളി വാങ്ങാൻ വേണ്ടി മറന്നു. മീൻ കറി അടുപ്പത്ത് വെക്കാറായപ്പോഴാണ് അയ്യോടാ പുളി കഴിഞ്ഞല്ലോ. ഇത് ഞാൻ 2 ദിവസം മുന്നേ പൂജിട്ടോട് എന്നെ ഓർമ്മിപ്പിക്കണേ, പുറത്ത് പോകുമ്പോൾ പുളി കഴിഞ്ഞു എന്ന് പറഞ്ഞതാണ്. അവൾ എന്നെക്കാട്ടിലും കഥയാണ് കേട്ടോ. മീനൊക്കെ വറുത്തതൊരു പാത്രത്തിൽ മാറ്റി വെച്ചു. നമ്മുടെ ഉപ്പേരി അപ്പോഴേക്കും വെന്തിട്ടുണ്ടായിരുന്നു. അതൊരു പാത്രത്തിലേക്ക് ആക്കി ഇനി നമുക്കത് കുത്തി കാച്ചാൻ വേണ്ടിയിട്ട് ഈ ചട്ടിയിൽ തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. ഒരുപാട് പാത്രങ്ങൾ വെറുതെ എടുത്തിട്ടുണ്ടല്ലോ. എന്നാൽ പിന്നെ വലിയ ധൃതിയൊന്നും ഇല്ല കേട്ടോ. എന്താ വെച്ചാൽ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നല്ലോണം നേരം വൈകിയുണ്ടും പിന്നെ വിശക്കണമില്ല ആർക്കും. നല്ല ഹെവി ആയിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ട് എല്ലാവരും, അതുകൊണ്ട് തന്നെ കേട്ടോ. അപ്പം എല്ലാം ചെയ്താൽ മതി, ആടിപ്പാടി ചെയ്താലൊക്കെ മതി. പക്ഷെ കറണ്ട് പോണതിന് മുന്നേ നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യണം, ഇല്ലെങ്കിൽ പാടാണ് കേട്ടോ. അപ്പോൾ ചട്ടി വെച്ചു, കടുക് പൊട്ടിച്ചു, അതിനകത്തേക്ക് നമ്മുടെ കുത്തി ചാരിച്ചിട്ടുള്ള ചെറുള്ളി, വെളുത്തുള്ളി, വേപ്പില ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നും മൂത്ത് വരണ സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. ഇനി അതിലേക്ക് പൊടിയായിട്ട് നമ്മൾ വറ്റൽമുളക് ഉണ്ടെങ്കിൽ കുത്തുകയാണെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് മൂത്ത് വരണ സമയത്ത് നമ്മൾ ഇത്തിരി മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, നമ്മുടെ എരിവിനനുസരിച്ചുള്ള മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. അതിനകത്ത് പച്ചമുളകോ വേറെ കാര്യങ്ങളൊന്നും എരിവിന് ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഓരോരുത്തരും എരിവിനനുസരിച്ച് ഞാൻ അത് ഇട്ട് കൊടുത്തിട്ട് ബാക്കി നമ്മുടെ വെന്തിരിക്കുന്ന ഓമക്കായ ഇല്ലേ അതും കൂടെ ഇട്ട് ഇളക്കി യോജിപ്പിക്കുക. ഉപ്പ് ഞാൻ ആദ്യം ഇട്ട് തന്നെ പാകമായതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ല. ഇത്തിരി ചാറോട് കൂടെയാണ് ഞാൻ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. എന്താ വെച്ചാൽ ആ കുത്തി കാച്ചതിൻ്റെ ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഇതിനകത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഇനി അതൊന്ന് വറ്റട്ടെ കേട്ടോ. മഴയാണ്. ഞാൻ വിചാരിച്ചൊന്ന് ഇപ്പോൾ സ്കൂള് മഴ ഇല്ലാന്ന് പക്ഷേ മഴ ഉണ്ടായിട്ട് സ്കൂൾ എന്താ പറയാ, അല്ല സ്കൂളില്ലാത്തതുകൊണ്ട് മഴ അല്ല, മഴ കൊണ്ട് സ്കൂളില്ലാത്ത അന്ന് മഴ പെയ്യില്ലല്ലോ. പക്ഷെ നല്ല മഴയാണ്. ഇവിടെ ഒരു കുട്ടീനെ കാണിച്ചിട്ടായിരുന്നോ, കാണിച്ചു തരില്ല. അപ്പം എന്താ ശരി, നമ്മൾ പുളി ഇപ്പോൾ വരും. കണ്ണൻ്റെ ഫ്രണ്ട് കൊണ്ടൊരു പുളി, അത് കഴിഞ്ഞിട്ട് നമുക്ക് കറി വെക്കാം. പുളി കിട്ടിയിട്ട് വേണം കറി വെക്കാൻ വേണ്ടിയിട്ട്. കുളിച്ചിട്ടില്ല, ഫ്രിഡ്ജ് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഇന്ന് മൊത്തത്തിൽ നേരം വൈകിയൊരു ദിവസം നമ്മുടെ ഉപ്പേരിയായി. അപ്പം ഇനി ഉപ്പേരി പാത്രത്തിലാക്കിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ഇനി കറി വയ്ക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. വേഗമാവും. അടിപൊളിയാണ്. ഇവിടെ നിന്ന് മഴ കാണാൻ വേണ്ടിയിട്ട് ജനലിൻ്റെ അവിടെ ഇപ്പുറത്തൊക്കെ കാണാൻ വേണ്ടി നല്ല രസമാണ്. കണ്ട, നമ്മൾ അവിടെ നിന്നാലും മഴ കാണും, ഇവിടെ നിന്നാലും മഴ കാണും, എവിടെ നിന്നാലും മഴ കാണും. അപ്പം അങ്ങനെയെങ്കിൽ നമുക്ക് മാമുമ്പെല്ലാം കറി വയ്ക്കുമ്പോൾ കാണാം. അപ്പോഴേക്കും നമ്മുടെ പുളിയൊക്കെ കിട്ടിയിട്ടോ. ഈ ഒരു മഴ തോർന്നപ്പോഴേക്കും പുളിയിട്ടൊക്കെ ആൾ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേഗം ഞാൻ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് ചട്ടിയിൽ നമ്മുടെ അരപ്പൊക്കെ ഒഴിച്ചു, പാകത്തിന് പുളി പിഴിഞ്ഞ് ഒഴിച്ചിട്ട് ഗ്രേവിയും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി ലൂസാക്കി. ഒരുപാട് തിക്കിലല്ല, എന്നാൽ ഒരുപാട് ലൂസിലും അല്ല കേട്ടോ. ലൂസ് കറി ഇവിടെ ആർക്കും ഇഷ്ടമല്ല, എന്നൊന്നിങ്ങനെ കുറുന്നനെയാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും 2-3 പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു കേട്ടോ, മറന്നിട്ടുള്ളത് പറയാൻ വേണ്ടിയിട്ട്. ഇനി അത് തിളയ്ക്കട്ടെ. തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ചെയ്യാം. അപ്പോൾ ആ സമയത്ത് ഞാൻ 2-3 പാത്രങ്ങൾ കഴുകിയിട്ടുണ്ടായിരുന്നു, അത് വീഡിയോയിൽ മിസ്സായിപ്പോയി. പിന്നെ ഞാനിതാ കറിയൊക്കെ നല്ലോണം തിളച്ചപ്പോൾ മീനും കൂടെ ഇട്ടോടുത്ത് അടച്ച് വെച്ചു. ഇനി മീൻ വേവട്ടെ. ഇനി നമുക്ക് ഈ മീൻ വേവണ സമയം കൊണ്ട് ഫ്രിഡ്ജ് കൂട്ടിനെ അങ്ങോട്ട് ശരിയാക്കാം. അത് കുറച്ച് ദിവസമായി ഞാൻ റെഡിയാക്കണം എന്ന് വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ അതിനകത്ത് ആ ഒരു കവർ മേടിച്ചിട്ടുണ്ടായിരുന്നല്ലേ ഫ്ലിപ്കാർട്ടിൽ നിന്ന്, അതിനകത്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള മാറ്റ്, അത് വെച്ചതിന് ശേഷം വലിയ അലമ്പൊന്നുമില്ല കേട്ടോ. ഫ്രിഡ്ജ് വലിയ പാടൊന്നുമില്ല. പിന്നെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ വെച്ച് ഈ പൂച്ചിട്ട് ഈ ഫേസ് പാക്കിൻ്റെ ഇതിൻ്റെ ഒക്കെ അങ്ങനെ പോയിട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഫുഡ് ഉണ്ടാക്കിയിട്ട് ഒരുപാട് സ്റ്റോർ ചെയ്ത് വെക്കാറില്ല. എന്തെങ്കിലും ഒരു തുള്ളിയെങ്ങാണ്ട് കറി ഉണ്ടെങ്കിൽ വെച്ചാൽ തന്നെ വെച്ചു എന്നേ ഉള്ളൂ കേട്ടോ. അല്ലാതെ നമ്മൾ ഈ പച്ചക്കറി കാര്യങ്ങൾ മാത്രമേ അതിനകത്ത് വെക്കുകയുള്ളൂ കേട്ടോ. അല്ലാതെ നമ്മളൊരു 3 ദിവസത്തിന് ഫുഡ് ഉണ്ടാക്കി അതിനകത്ത് വെക്കുക അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അത്ര വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും ഈ പറഞ്ഞ പോലെ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാറിയതിന് ശേഷം പിന്നെ ഫ്രിഡ്ജ് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്തിട്ടില്ല, 2 മാസമായില്ലേ. അപ്പോൾ പിന്നെ അങ്ങനെ വൈകാറില്ല. ഈ ഒരു മാറ്റിട്ട കാരനാണ് ഇത്രയും താമസമായത്. പിന്നെ ഞാൻ കയ്യോടെ എന്തെങ്കിലും വെക്കുമ്പോൾ അപ്പം അങ്ങോട്ട് ക്ലീനാക്കി കൊണ്ടുവരും കേട്ടോ. ഡീപ്പ് ക്ലീൻ ആക്കിയിട്ടില്ല എന്നുള്ളതാണ് 2 മാസം കൊണ്ട് ഉദ്ദേശിച്ചത്. അതിൻ്റെ ഇടയിൽ സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് നമ്മൾ ഫില്ല് ചെയ്യുന്നതിനനുസരിച്ച് ഞാൻ തുടച്ചെടുക്കാറുണ്ട്. അതുകൊണ്ട് പിന്നെ വലിയ പാടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലായിടും ഒന്ന് ഉരച്ച് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇങ്ങനെ വൃത്തിയാക്കി ഇരുന്ന് കഴിഞ്ഞാൽ കുറേ ദിവസം ഇരുന്നോളൂ. പിന്നെ നമ്മൾ എന്തെങ്കിലും എടുക്കുമ്പോൾ അങ്ങനെ കയ്യോടെ പോയിട്ടുണ്ടെങ്കിൽ തുടച്ച് വൃത്തിയാക്കിയാൽ അത്ര അപ്പോൾ നീറ്റായിട്ട് നിന്നോളൂ. അങ്ങനെ ഞാനിതൊക്കെ ഉരച്ച് വൃത്തിയാക്കേണ്ട അതിനൊരു സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതിനെ ഉരയ്ക്കാൻ വേണ്ടിയിട്ട് ഇന്നൊരു 10 രൂപയുടെ കേട്ടോ. അപ്പോൾ പിന്നെ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും ആവില്ല. അപ്പോൾ അതൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ഫ്ലഗ് ഊരി എല്ലാം ഇതൊക്കെ കറണ്ടൊക്കെ ഓഫ് ചെയ്തിട്ടാണ്, കറണ്ടല്ല ആ ഒരു സ്വിച്ചൊക്കെ ഓഫ് ചെയ്തിട്ടാണ് ചെയ്യണത് കേട്ടോ. നമ്മൾ കേൾക്കാറില്ലേ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുമ്പോൾ ഷോക്ക് അടിച്ചു, വീട്ടമ്മ മരിച്ചു എന്നൊക്കെ, അതുപോലെ ഒന്നും കേൾക്കണ്ടെന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് എല്ലായിടവും തുടച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇതങ്ങോട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ച് അത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പകുതി ഒരു സമാധാനമാണ്. ഇനിയിപ്പോൾ മാറാളെ തട്ടണം എന്ന് വിചാരിച്ച് നമ്മൾ ആ ഒരു സംഭവം അന്ന് നടന്നില്ലെങ്കിൽ മനസ്സിലായോ ദൈവമേ വെറുതെ ഒരു ദിവസം പോയി, ഇന്നിപ്പോൾ അത് ചെയ്തില്ലല്ലോ എന്നൊരു സംഭവം വരില്ലേ, അതുപോലെയാണ് കേട്ടോ. ഞാൻ ഇന്നത്തെ ഇനി മടിച്ചിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് 2-3-4 ദിവസത്തിന് എന്തെങ്കിലും വട്ടത്തരം വരികയാണെങ്കിൽ അതിനകത്ത് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റില്ല. കയ്യോടെ എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചാൽ അത് അപ്പം അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങോട്ട്
അങ്ങോട്ട് വൃത്തി മെനയിൽ അങ്ങോട്ട് കിടന്നോളും. പ്രത്യേകിച്ച് ഫ്രിഡ്ജും വയ്ക്കും ഇപ്പോൾ മാസം അവസാനമായി ഒരു വിധം അതിനുള്ള സാധനങ്ങളൊക്കെ കാലിയായി. ഇനി അടുത്തത് നമ്മൾ നിറയ്ക്കുന്നതിൻ്റെ മുന്നേ വൃത്തിയായി കിടന്നു കഴിഞ്ഞാൽ അതിൽ കൊണ്ടുവയ്ക്കാനും രസമാണ്. അതൊന്ന് തുറക്കുമ്പോഴും ഭയങ്കരമായിട്ട് നമുക്കൊരു പോസിറ്റീവ് വരും. അത് നമ്മുടെ എന്തും അങ്ങനെ തന്നെ അല്ലേ, വീട്ടിലുള്ള എന്ത് കാര്യമാണെങ്കിലും ഒതുക്കി പെറുക്കി വെക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. എനിക്കങ്ങനെയാണ് കേട്ടോ. നമ്മുടെ മൂഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അതൊന്ന് ഒതുക്കി പെറുക്കി വെക്കുക, അല്ലെങ്കിൽ ഭംഗിയായിട്ടിരിക്കണതോ അല്ലെങ്കിൽ എന്തെങ്കിലും കുഞ്ഞൊരു ഫ്ലവർ കൊണ്ടുവയ്ക്കുക, അങ്ങനെയൊക്കെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ കിച്ചണിൽ ചെയ്താൽ മതി. നമുക്കവിടെ നിൽക്കുമ്പോൾ വലിയ ബോറടിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അലമ്പായി വാരി വലിച്ചിടുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങളും ടെൻഷനും കാര്യങ്ങളും ആകെ കൂടെ തലപ്രാന്തൊക്കെ അതിനകത്ത് നിൽക്കുമ്പോൾ വരുന്നത്. പിന്നെ ഞാൻ ഈ സാധനങ്ങളൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കി ഇങ്ങനെ കുത്തനെ ചാരി വയ്ക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴേക്കും അതിൻ്റെ വെള്ളമൊക്കെ വാർന്ന് സെറ്റായിക്കോളും. ഇതിലൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും വെക്കുമ്പോൾ പോയത് എന്തെങ്കിലും ഉണ്ടെങ്കിലോ വെച്ചിട്ട് ഒട്ടുമിക്കതിൻ്റെ അടുത്തുമില്ല, ഒരു 2 എന്താണെന്നുള്ളത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും മിഠായിയുടെയോ ചോക്ലേറ്റിൻ്റെ ഒക്കെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ അതിങ്ങനെ ഒലിച്ചിട്ടാണോ എന്താണെന്നറിയില്ല. അവിടെയൊക്കെ ചില ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തപ്പോൾ എല്ലാതും അങ്ങോട്ട് വാഷ് ചെയ്യുക, ഉരച്ച് കഴുകാമെന്ന് വിചാരിച്ചു. പിന്നെ ആ മേറ്റും തന്നെ നല്ലോണം സോപ്പൊക്കെ ഇട്ട് കഴുകിയിട്ട് ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. വേഗം വെള്ളം പോകണ്ടിട്ട് അതിനകത്തു നിന്നൊക്കെ അത്ര വലിയ പാടൊന്നുമില്ല. നമ്മുടെ മീൻകറി റെഡി ആവണ സമയം കൊണ്ട് ഞാൻ ഫ്രിഡ്ജ് അങ്ങോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒക്കെ ടപ്പേന്നനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് കുളിക്കാൻ നിന്നാൽ മതിയല്ലോ വെച്ചിട്ട് പച്ചക്കറി ഇടുന്ന ആ ബോക്സിൽ അതിനകത്തൊരു ന്യൂസ് പേപ്പർ വെച്ച് കഴിഞ്ഞാൽ പച്ചക്കറി പെട്ടെന്ന് പൊട്ടയാവില്ല കേട്ടോ. അതിനകത്ത് ഇടുമ്പോൾ പിന്നെ ചീഞ്ഞിട്ട് ആ ഒരു ബോക്സ് ഇങ്ങനെ പൊട്ടയാവില്ല പെട്ടെന്ന്. നമുക്ക് എന്തെങ്കിലും ചീഞ്ഞുണ്ടെങ്കിൽ ആ ഒരു ന്യൂസ് പേപ്പറോട് കൂടെ അങ്ങോട്ട് കളഞ്ഞാലും മതി. അപ്പോൾ പിന്നെ അതും പച്ചക്കറി കേടാവില്ല അങ്ങനെ വയ്ക്കുമ്പോൾ. അങ്ങോട്ട് പച്ചക്കറി ആ ഒരു ന്യൂസ് പേപ്പറിൻ്റെ മേലേക്ക് ഇടരുത്, അപ്പോൾ പിന്നെ അതിൻ്റെ മഷിയും കാര്യങ്ങളൊക്കെ അതിനകത്തേക്ക് പിടിക്കില്ലേ. അപ്പോൾ അങ്ങനെ ഒന്ന് വിരിച്ചു കൊടുത്തു. ബാക്കിയുള്ളതെല്ലാ റേക്കോളും അതാത് സ്ഥലത്ത് കൊണ്ടുപോയി ഫിറ്റ് ചെയ്യുന്നുണ്ട്. ചിലത് അങ്ങോട്ടും ഇങ്ങോട്ടും തലയൊക്കെ തിരിയും ചില സമയത്തിട്ട്. എനിക്ക് നേരം വൈകിട്ടൊക്കെ ധൃതിയിൽ കാണിക്കുമ്പോൾ അപ്പോൾ ചിലത് അങ്ങനെയല്ല. പിന്നെയാണ് ഓർമ്മ വരികയോ അങ്ങനെയല്ലല്ലോ ഇതിങ്ങനെയല്ലേ എന്നൊക്കെ. അങ്ങനെ കൂടെയൊക്കെ ആയാലും അതൊക്കെ അങ്ങോട്ട് വൃത്തിയാക്കി വെച്ചു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മെയിൻ പരിപാടി അങ്ങോട്ട് കഴിഞ്ഞു, ഫ്രിഡ്ജ് ക്ലീൻ ആക്കൽ. ഇനിയിപ്പോൾ നമ്മുടെ മാറാലത്തട്ടലും കാര്യങ്ങളൊക്കെ ദീപാവലിയുടെ മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിലതൊന്നും നമുക്ക് വീട്ടിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് വീഡിയോയിൽ എടുക്കാനൊന്നും ചില സമയങ്ങളിൽ പറ്റില്ല. ചിലപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ ഞാൻ വിചാരിക്കും ഞാൻ അങ്ങോട്ട് ചെയ്യട്ടെ, എനിക്ക് വയ്യ ട്രൈപോഡിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതും വെച്ച് അങ്ങോട്ട് തിരിഞ്ഞ് 1 മണിക്കൂറോട് ചെയ്യേണ്ടത് 3 മണിക്കൂറാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചിലതൊന്നും എടുക്കാറില്ല, മിക്കതും എടുക്കാറുണ്ട് കേട്ടോ. പിന്നെ വേട്ടർ ബോട്ടിൽ എന്നൊക്കെ വെള്ളം ബോട്ടിലാണ്, അതൊക്കെ അതിനകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ താഴെ ഇരിക്കുന്നതൊക്കെ സംസം വെള്ളം നമുക്ക് ഈ ഇവിടെയൊക്കെ പോയിട്ട് അജിനെ പോയിട്ടൊക്കെ കൊണ്ടുത്തരേണ്ടതാണ്. അത് ഞാൻ ഭദ്രതയിലെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സോസും കാര്യങ്ങളും തേന് അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ താഴെ ഞാൻ അങ്ങോട്ട് സെറ്റ് ചെയ്ത് വെക്കും. ഈ ഇങ്ങനത്തെ കുഞ്ഞു ബോക്സ് ഇല്ലേ, അതിനകത്താണ് പച്ചമുളക് തക്കാളി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആക്കി വെക്കുക കേട്ടോ. അതാകുമ്പോൾ പിന്നെ നമുക്ക് എടുക്കാം, വേപ്പില അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ മസാല പുരട്ടി നമുക്ക് മീനോ ഇറച്ചിയൊക്കെ മസാല പുരട്ടി വെക്കാൻ വേണ്ടിയും നല്ലതാണ്. അപ്പം അങ്ങനത്തെ കുറച്ചധികം ബോക്സുകൾ ഉണ്ടായാലുണ്ട്. അതൊക്കെ ഒരുവിധം അങ്ങോട്ട് വെച്ചു. ബാക്കി കാലിയായതൊക്കെ അവിടെ കഴുകി കമത്തി വെച്ചിട്ടുമുണ്ട് കേട്ടോ. ഇനി കുറച്ചധികം കഴുകാൻ വേണ്ടിയിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഫ്രിഡ്ജിൻ്റെ മേലെ പുറം ഭാഗവും കൂടെ കൊണ്ട് തുടച്ച് വൃത്തിയാക്കി വെച്ചു. അപ്പോൾ ഒരു സമാധാനം, അതങ്ങോട്ട് കഴിഞ്ഞു. പിന്നെ കയ്യോടെ ആ ഒരു കിച്ചൺ ടാബും കാര്യങ്ങളും കൂടെ അങ്ങോട്ട് തുടയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും ചോറായിട്ടുണ്ട്, കറിയായി. ഇനി നമുക്ക് കുളി കഴിഞ്ഞ് വന്നിട്ട് മാമുണ്ടാൻ മാത്രം മതി കേട്ടോ. കിച്ചണൊന്ന് നല്ലോണം ഒന്ന് അടിച്ചു വാരി തുടയ്ക്കട്ടെ. ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ വൈകുന്നേരം അടിച്ചു വാരി തുടയ്ക്കുക ചെയ്യാറ്. പിന്നെ ഇന്നലെ വൈകിട്ട് അടിച്ചു വാരി തുടച്ചുകൊണ്ട് തന്നെ വലിയ അലമ്പും കാര്യങ്ങളൊന്നും ഇപ്പോൾ ചെയ്യണില്ല. വൈകുന്നേരം ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ചെയ്യും, ചിലപ്പോൾ പിറ്റേ ദിവസമാവും ചെയ്യാം, ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് കിച്ചൺ അങ്ങോട്ട് നല്ലോണം വൃത്തിയാക്കി ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഈ പ്ലാസ്റ്റിക് കവറൊക്കെ അല്ലേ, അത് ചേച്ചിമാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പുറത്ത് വേറൊരു ബോക്സിലാക്കും. അത് നിറഞ്ഞു കഴിഞ്ഞാൽ ചാക്കിലാക്കും, അങ്ങനെയൊക്കെയാണ് കേട്ടോ. എന്നിട്ട് കിച്ചണും കൂടെ നല്ലോണം ലിക്വിഡൊക്കെ ഒഴിച്ചിട്ട് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ ഒരു സമാധാനം. അതിൻ്റെ ചവിട്ടിയില്ലേ, ഇന്നലത്തെ കറണ്ട് പോക്കിൽ നല്ലോണം അതിനകത്ത് ഐസ് ഉണ്ടായിരുന്നു ആ ഫ്രീസറിനകത്ത്. അത് ഒലിച്ച് പോയിട്ട് കിച്ചൺ ആകെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ചവിട്ടിയൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തിരുമ്പാൻ വേണ്ടിയിട്ടു. പിന്നെ ഓടിപ്പോയി കുളിയൊക്കെ കഴിഞ്ഞ്, പിന്നെ നട്ടുച്ചയാണെങ്കിൽ എനിക്ക് കുറി തൊട്ടില്ലെങ്കിൽ കുളി കഴിഞ്ഞിട്ട് കുറി തൊട്ടില്ലെങ്കിൽ ഒരു സമാധാനം കേടാ. അങ്ങനെ കുറിയും തൊട്ടു. ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാം. വേഗം ഫുഡൊക്കെ വിളമ്പട്ടെ കേട്ടോ. ഫുഡ് വിളമ്പിയിട്ട് നമുക്കിനി കഴിക്കണം. ഈ സമയപ്പോഴേക്കും കാര്യമായിട്ട് എല്ലാവർക്കും വിശന്നായിരുന്നു കേട്ടോ. കുറച്ചധികം സമയമായിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ക്ലീനിങ്ങും പരിപാടികളും എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും അവർക്ക് വിളമ്പി കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട, ഒരുമിച്ച് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെ കറി നമ്മൾ വേറെ പാത്രത്തിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ഇടയിൽ ഓടിപ്പോയി കുളിക്കാനാണ് ഓടിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കഫ്താൻ ഞാൻ സാരി വെച്ച് തുന്നിയതാണ് കേട്ടോ. നമ്മുടെ പഴയ വീട്ടിൽ നിന്ന് അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഷോർട്സൊക്കെ. നല്ല സുഖമാണ് ഇടാൻ വേണ്ടിയിട്ട്, കനേയില്ല. ചൂടുകാലത്തായാലും ഇടാൻ സുഖം, വർഷക്കാലത്തായാലും ഇടാൻ സുഖം. അപ്പോൾ പെട്ടെന്ന് നമുക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ഒരു കഫ്താൻ മാക്സി പോലെയൊക്കെ അല്ലേ, അപ്പോൾ അതുകൊണ്ട് നല്ല സുഖമാണ് ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു. ചോറും ഉപ്പേരിയും മീൻ വറുത്തതൊക്കെ കൂട്ടിയിട്ട് മീൻകറിയൊക്കെ കൂട്ടിയിട്ട് പൂജിറ്റിയുടെ ഫുഡാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ടാറ്റ, ബൈ ബൈ, സീ യു.